ഇത് കലിയുഗമല്ലേ, എങ്ങനെ ജീവിക്കും? പറ്റും. നമ്മുടെ ചിന്തകളെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ സംസ്കാരത്തിൽ 7 ഗുണങ്ങൾ, 7 ദിവ്യ ഗുണങ്ങളുണ്ട്. 7 ദിവ്യ ഗുണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സത്യത. ഏതൊന്നിനെ കുറിച്ചുമുള്ള സത്യമായ ബോധം നമുക്കുണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞു രാമായണത്തിലെ കാര്യം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു വിടുക. ഇനി സയൻസ് വാദികളുണ്ട്, ഓക്കെ, അവർ വാൽമീകി മഹർഷിയൊന്നും അംഗീകരിക്കത്തില്ല. സാരമില്ല, ന്യൂട്ടന്റെ 3rd law of motion ഉണ്ട്. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് പോയോ കിട്ടും. അപ്പൊ നമുക്ക് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം റിയാക്ഷൻസ് ആണ്. നമ്മളിൽ നിന്ന് പോകുന്നതെല്ലാം ആക്ഷൻ, അല്ലേ? ആക്ഷന് മുമ്പാണോ റിയാക്ഷൻ ഉണ്ടാവുക, ആക്ഷന് ശേഷമാണോ? ആക്ഷൻ ആദ്യം, പിന്നെയാണ് റിയാക്ഷൻ. അപ്പൊ എന്നിൽ നിന്ന് പോകുന്നതെല്ലാം മനസാ വാച കർമ്മണ എല്ലാം ആക്ഷനാണ്. ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഞാൻ എന്ത് സംസാരിക്കുന്നു, ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു, ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, ഞാൻ എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം ആക്ഷൻസ് ആണ്. ഇത് എപ്പോഴൊക്കെയോ നമ്മളിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എത്രയോ കാലം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ഓരോ റിയാക്ഷൻസ് കിട്ടുന്നത്. ഒരാൾ എന്നോട് വന്നിട്ട് ദേഷ്യപ്പെടുകയാണ്, ഞാൻ പറയും ഒരു കാര്യവുമില്ല, ഞാൻ നിരപരാധി, എന്നോട് ദേഷ്യപ്പെടുന്നു, ഞാൻ അതിലും വലിയ ദേഷ്യം കാണിക്കും. എനിക്ക് കിട്ടുന്നത് എന്താ? റിയാക്ഷനാണ്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ എന്നോട് ഒരാൾ ദേഷ്യപ്പെട്ടു വന്നു എങ്കിൽ ആള് തെറ്റിയൊന്നും വന്നതല്ല. ആ റിയാക്ഷൻ നമുക്ക് കിട്ടാൻ തക്ക തരത്തിൽ ഒരു ആക്ഷൻ നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ജന്മത്തിലാവണം എന്നില്ല, ഏതെങ്കിലും ജന്മത്തിലാകാം. ഇവിടെയാണ് നമ്മുടെ ഭാരതം ലോകവിജ്ഞാനത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ 2 സംഭാവനകൾ. ഒന്ന് പുനർജന്മ സിദ്ധാന്തം, മറ്റൊന്ന് കർമ്മ സിദ്ധാന്തം.